അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മയും അച്ഛനും പിരിയുന്നതിലൂടെ ഒരു അനാഥയാകുന്ന ഒരു കുരുന്നുബാലത്തിന്റെ നൊമ്പരമാണ് എൻ്റെ ഈ കൊച്ചുമോനാക്ടിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. സുശീലേ, എടി സുശീലേ, നീ എവിടെ പോയി കിടക്കുക? ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ട് അരമണിക്കൂറോളമായടി. എന്താ മനുഷ്യ അവിടെ കിടന്ന് തൊള്ള തുറക്കുന്നത്? ഒരു ഗ്ലാസ് ചായ വേണമെങ്കിൽ തന്നെ എടുത്ത് കുടിക്കാമല്ലോ. അവിടെ എന്ത് അത്യാവശ്യപ്പെട്ട കാര്യം എടുക്കുക? ആഹാ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. എന്താടി ഈ ഡേ ആയിട്ട് വലിയ ഒരുക്കമൊക്കെ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അമ്മേ അമ്മേ, ഇത് കണ്ടോ? എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ട്രോഫി. അവളുടെ ട്രോഫി. മാറി നിൽക്കടി അങ്ങോട്ട്. എൻ്റെ ട്രോഫി. ഞാൻ എത്ര സന്തോഷത്തോടെ അമ്മയെ കാണിക്കാൻ ഓടിയെത്തിയതാ. അമ്മ ഒന്ന് നോക്കുപോലും ചെയ്തില്ല. അച്ഛ അച്ഛ, ഇത് കണ്ടോ? പൊയ്ക്കോണം എൻ്റെ കൺമുന്നിൽ നിന്ന്. ഒരു ആനക്കാര്യത്തിൻ്റെ ഇടക്കാണ് അവളുടെ ഒരു ചേനക്കാര്യം. അതെ, നിങ്ങൾ മുൻപേ എന്തു മനസ്സിലായി എന്നാ പറഞ്ഞേ? മനസ്സിലായെങ്കിൽ അത് കേമമായി പോയി. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. കല്യാണം കഴിച്ചു എന്ന് വെച്ച് തൻ്റെ അടിമയൊന്നല്ല ഞാൻ. ഇക്കാര്യം ഇന്നത്തോടെ അഹങ്കാരം ഞാൻ തീർക്കും. നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള പൊരുത്തമുട്ട് ഞാൻ അവസാനിപ്പിക്കും. അതെ, നീ അവിടെ നിന്നേ. ഞാനും ഇത് കുറച്ചു നാളായി ആലോചിക്കുക. ഇന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങാം. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള പൊരുത്തമുട്ട് ഞാൻ അവസാനിപ്പിക്കും. അതെ, നീ അവിടെ നിന്നേ. അങ്ങനെ പോവാൻ വരട്ടെ. ഇത് ഞാൻ കുറച്ചു നാളായി ആലോചിക്കുക. ഇന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ട് ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങാം. പക്ഷേ ഒരു കാര്യം, മോളൂട്ടിയെ ഞാൻ എടുക്കും. താൻ കൊച്ചിനെ അങ്ങനെ കൊണ്ടുപോകും എന്ന് വിചാരിക്കണ്ട. ചത്താലും ഞാൻ വിട്ടു തരില്ല. നീ തന്നെ എടുത്തോ. ആർക്ക് വേണം? മാസത്തിന്. അപ്പം അതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? അങ്ങനെ നിങ്ങൾ സുഖിക്കുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ തന്നെ നിങ്ങളുടെ പൊന്നാര മോളെ എടുത്തോ. എന്തു പറ്റി എൻ്റെ അച്ഛനും അമ്മക്കും? എന്തു പറ്റി എൻ്റെ അച്ഛനും അമ്മക്കും? ഞാൻ ഇന്ന് എവിടെ കിടക്കും? എനിക്ക് പേടിയാന്ന് തോന്നുന്നു. താങ്ക് യു.